ഹായ് ഗായ്സ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റററി എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്, ലേറ്റ് നൈറ്റ് അവർ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, നിങ്ങളെ കുറിച്ച് തന്നെയാണോ ചിന്തിക്കുന്നത് അതോ മറ്റു കാര്യങ്ങളെ കുറിച്ചാണോ അവർ ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ ഫീലിങ്സ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിൽ അവർ ഡിസ്റ്റർബ്ഡ് ആണോ അതോ അവർ ഓക്കെ ആണോ എന്ന രീതിയിൽ നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് us. ഫർദർമോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. നമുക്ക് പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പ്ലീസ് ഗൈഡ് us. നമുക്ക് കാർഡ്സ് നോക്കാം. ആദ്യം തന്നെ ഫുൾ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഫുൾ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫുൾ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുട്ടിത്തം നിറഞ്ഞ എന്തൂസിയാസ്റ്റിക് ആണ്, പക്ഷെ എന്നാലും പെട്ടെന്ന് ചിന്തകൾ മാറി പോകുന്ന കൈൻഡ് ഓഫ് ഇമോഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഐ തിങ്ക് ഫുൾ കാർഡ് കാണിക്കുന്നത്. ഇമ്മച്ചുവേർഡ് ആണ്, പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, പക്ഷെ അതൊന്നും അങ്ങോട്ട് പോസിബിൾ ആയി വരാത്ത ഒരവസ്ഥ. അങ്ങനത്തെ ഒരു കാര്യം, അതായത് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലൂടെ ഓടുന്നുണ്ട്, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന രീതിയിലൊക്കെ ഓടുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ പ്രായം കുറവായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, പക്ഷെ പല ഐഡിയാസും മണ്ടത്തരങ്ങളായി പോകുന്ന ഒരു രീതി ഇതിനകത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇരുന്ന് വലിയ പ്ലാനൊക്കെ വരച്ചിട്ടായിരിക്കും രാവിലെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്ലാൻ, അപ്പോഴാണ് അവർക്ക് അതെന്തോ ഒരു പൊട്ടത്തരം ആണ് എന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അവര് പല തന്ത്രങ്ങളും ട്രിക്കുകളും ഇതിനകത്ത് പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒരു ചൈൽഡിഷ് ക്യൂട്ട്നെസ് രീതിയിൽ എടുത്ത് കളയാനേ സാധിക്കുള്ളൂ. അവര് അതുപോലെ തന്നെ പലപ്പോഴും രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ അടുത്ത് ക്രൂരമായി സംസാരിക്കുന്നുണ്ടാവും, നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ടാവും. രാത്രി കാലങ്ങളിൽ വാട്ട് എവർ ഈ പേഴ്സൺ നമ്മളുടെ അടുത്ത് പറയുന്നു, അതൊക്കെ അവര് പെട്ടെന്നൊരു നിഷ്കളങ്കതയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിത്വം പറയുന്നതാണ്. അതവര് ഒരിക്കലും അവർ തലകൊണ്ട് ചിന്തിച്ച് പറയുന്നതല്ല. പെട്ടെന്ന് എന്തൊക്കെയോ മനസ്സിൽ വന്നു, അതങ്ങ് അവര് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇമോഷനാണ് എനിക്ക് അതിനകത്ത് കാണുന്നത്. ഓക്കെ, പലപ്പോഴും എന്റെ അഭിപ്രായത്തില് ഈ പേഴ്സണ് ഇന്നർ സ്ട്രെങ്ത് വളരെ കുറവാണ് എന്ന് കാണുന്നുണ്ട്. പലപ്പോഴും പല കാര്യത്തിനും പേടിയാണ്. ആൻഡ് എനിക്ക് ഇന്ന കാര്യം വേണം എന്നൊരു രീതിയിൽ ഈ പേഴ്സൺ രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു രീതിയിൽ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. രാത്രി ഭയങ്കര പ്ലാനിങ് ആണ്, ചലഞ്ചസിനെയും ഒബ്സ്റ്റക്കിൾസിനെയും ഒക്കെ ഞാൻ ഇതാക്കും. നാളെ രാവിലെ എനിക്ക് പുതിയ നല്ലൊരു നാളെ ആയിരിക്കും, അങ്ങനത്തെ ഒക്കെ രീതിയിലായിരിക്കും. എനിക്ക് വളരെ പവർഫുൾ എനർജി ഉണ്ടെന്ന രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. വാട്ട് എവർ ദ സിറ്റുവേഷൻ, അവരുടെ ഫാമിലി ലൈഫ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളതാണെങ്കിലും എല്ലാത്തിനും രാത്രി കാലങ്ങളിൽ ഭയങ്കര പ്ലാനിങ് ഉണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ അനുസരിച്ചിട്ട് കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ ഒരു പീരീഡിൽ കുറെ നാളായിട്ട് സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ ആ സ്റ്റക്കായി കിടക്കുന്നതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കണം, തനിക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരണം, ആൻഡ് പുതിയ ബിഗിനിങ്ങും പുതിയ ഗ്രോത്തും തന്റെ ജീവിതത്തിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൊട്ടൻഷ്യലി പെട്ടെന്നുള്ള പ്രോസ്പെരിറ്റിയും പെട്ടെന്നുള്ള അബണ്ടൻസും പെട്ടെന്നുള്ള സ്റ്റെബിലിറ്റിയും ലൈഫിൽ വേണം. അപ്പൊ അതിനെന്താണ് ചെയ്യാൻ പറ്റുക എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു ഫാമിലി നിങ്ങളുമായി ബിൽഡപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ വഴിയും അവർ അറിഞ്ഞ വഴിയും വഴി അത് മാനിഫെസ്റ്റ് ചെയ്ത് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. തന്റെ ഗോൾസും തന്റെ അംബീഷനും എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ പറയുന്ന പല ഫാക്റ്റുകളും അന്ന് ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഗതി വരത്തില്ല എന്നൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് സത്യം പറഞ്ഞാല് നിങ്ങൾ പറയുന്ന വഴിയിൽ പോകുന്നതാണ് പലപ്പോഴും ശരി, അവരുടെ ഭാഗം തെറ്റാണ്, അല്ലെങ്കിൽ അവർ വാദിച്ച് ഒരു കാര്യത്തിൽ ജയിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്ത്, പക്ഷെ അത് തെറ്റാണെന്ന് അവർക്ക് പൂർണ്ണമായും അറിയാം എന്നൊരു രീതി കാണുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക് എന്റെ അഭിപ്രായത്തിൽ പുറമെ ഈ ഒരു പേഴ്സൺ വളരെയധികം സ്ട്രെങ്ത് ഉള്ള ആളാണ്, ബ്ലോക്ക് ചെയ്തിട്ട് പോയാൽ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും അകമേ ഈ ഒരു പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആണ്. ആൻഡ് ഈ ഒരു പേഴ്സൺ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിരുന്ന് തന്റെ കുറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ സംസാരിക്കുന്ന ഒരു പ്രവണത ഈ പേഴ്സൺ ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക്
നല്ല രീതിയിൽ ഒരു റിലീഫ് കിട്ടുന്നതായിട്ട് കാണാം. രാത്രി കാലങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇവർ ഉറങ്ങാറില്ല. ഇവരുടെ ചുറ്റുമുള്ളവരെ നോക്കി അല്ലെങ്കിൽ ഇവർ ചുറ്റുമുള്ള സാധനങ്ങളെ നോക്കി സംസാരിക്കുകയാണ് പതിവ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഇവരുടെ സ്ട്രെസ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ ഏത് അവസ്ഥയിൽ ഇരിക്കുകയാണോ ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഓവറോൾ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും മറ്റു കാര്യങ്ങളിലും ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരണം, പ്രോഗ്രസ് വരണം, അവരുടെ ജേർണിയിലേക്ക് അവർക്ക് മുന്നോട്ട് പോകണം, അവർക്ക് ക്ലാരിറ്റി കിട്ടണം, ഡയറക്ഷൻ കിട്ടണം എന്നുള്ള ഒത്തിരി 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 കാര്യങ്ങൾ അവരുടെ തലയിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ ഇതിലെ ഏറ്റവും പ്രയോറിറ്റി നമ്മളുടെ റിലേഷൻഷിപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. റിലേഷൻഷിപ്പിൽ അവർക്ക് നേരത്തെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഓക്കെ, പക്ഷേ ഈ ബോധ്യത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെതായിട്ടുള്ള ക്ലാരിറ്റി അവർ നിങ്ങൾക്ക് തരണ്ടേ എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോഴും അവർ തിരിച്ച് നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി അവർ മനസ്സിലാക്കുന്നില്ല. ഡീപ്പറായ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഇടയിൽ ഇല്ല. അതിന്റെയൊക്കെ കാരണം എന്നത് ഇവർ തന്നെയാണ് എന്ന് സ്വയം ഇവർ വിശ്വസിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരുടെ അകത്തൊരു ഇന്നർ പവർ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് അതിജീവിക്കാൻ സാധിക്കും. പക്ഷെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാനോ അവരുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ പവർ ഉണ്ട്, അവർ ശ്രമിച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനോ ഇവരുടെ അടുത്ത് ആരും ഇല്ലാത്തതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ പൊതുവെ വളരെ സെൻസിറ്റീവ് ആണ്. പുറമെ ഭയങ്കര ഹാർഡാണെന്ന് കാണിച്ചാലും അകം ഈ ഒരു പേഴ്സൺ വളരെയധികം സെൻസിറ്റീവ് ആണ്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ ഭയങ്കര പ്ലാനിങ് ആണ് ചെയ്യുന്നത്. എന്തൊക്കെ പ്ലാനിങ് ആണെന്ന് ഞാൻ പറയാത്തതിന്റെ റീസൺ, ഇവര് പ്ലാൻ ചെയ്യുന്ന എല്ലാ പൊട്ടത്തരങ്ങളും അതുപോലെ രാവിലെ വന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്ന ആൾക്കാരാണ്. ആൻഡ് ചൈൽഡിഷ് എനർജി ഇവരിൽ ഭയങ്കരമാണ്. ആൻഡ് വാട്ട് എവർ, പക്ഷെ ഒരു ട്രാൻസ്പെറന്റ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ഈ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ ചുറ്റുമുള്ളവർക്കാണ് പ്രശ്നം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കൂടുതൽ എന്ന് കാണുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണമാണ് നിങ്ങളുടെ റിലേഷൻ നല്ലൊരു ബോണ്ടിൽ നിന്ന് പലപ്പോഴും പൊട്ടിപ്പോകുന്നത് എന്നും കാണുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാല് ഈ ഒരു പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമായത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം. ആ ഒരു മാനിപ്പുലേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു പേഴ്സൺ മാനിപ്പുലേറ്റീവ് ആണ്. അപ്പൊ വേറൊരാളെ കേട്ടു പോകുന്നു, നിങ്ങളെ കേട്ടു പോകുന്നില്ല. എന്നാൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ആ പേഴ്സന്റെ രീതിയിൽ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവുന്ന ഒരു ചൈൽഡിഷ് എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഈ ഒരു പേഴ്സന്റെ താല്പര്യപ്രകാരം വിഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ കണക്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കും. കാരണം ഈ ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് നിൽക്കുന്ന ജീവിതത്തിൽ വളരെയധികം ഇൻസെക്യൂർ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒറ്റപ്പെട്ടു പോയോ, എനിക്ക് ആരുമില്ലേ എന്ന കൈൻഡ് ഓഫ് കൺസെപ്റ്റ് ഈ പേഴ്സണ് മനസ്സിലായി. പക്ഷെ പുറമേ നീ പോകുന്നെങ്കിൽ പൊക്കിയോ, ഞാൻ ബ്ലോക്ക് ചെയ്തോളാം, അത് നിങ്ങൾ പിറകെ വരുമെന്ന വിശ്വാസം കൊണ്ടാണ് എന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഈ ഒരു പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നമ്മളുടെ ഭാഗത്ത് വളരെ നല്ലതാണ്, പക്ഷെ ഈ പേഴ്സന്റെ കരിയറിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് വളരെ മോശമായിട്ടാണ് എന്നൊരു അഭിപ്രായം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തെറ്റാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. രാത്രി കാലങ്ങളിൽ നിങ്ങൾ മാത്രമല്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടും അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ എന്താണ് ടുവേർഡ്സ് യു എന്നും കൂടി നമുക്ക് നോക്കാം ലേറ്റ് നൈറ്റില്. ഓക്കെ, നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള റിയലൈസേഷൻ ഒട്ടുമിക്ക പാർട്ട്നേഴ്സിനും ഉണ്ട്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ട്വിൻ ഫ്ലെയിം സ്റ്റേജ് ആയതുകൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മേജർ ചേഞ്ച് അല്ലെങ്കിൽ മേജർ ഷിഫ്റ്റ് വരും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ മിറാക്കിൾസ് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യമാണില്ലെങ്കിൽ മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ട് എന്നതാണ്. ആൻഡ് എന്റെ അഭിപ്രായത്തിൽ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഡിറ്റാച്ച് ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വാട്ട് എവർ ദ സിറ്റുവേഷൻ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഓരോ നേട്ടങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തി പോയാലും വന്നാലും നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അത് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആകും. അത് നിങ്ങൾക്ക് സെൽഫ് ഹീൽ ചെയ്യാനും എനിക്ക് ഇന്നത് കിട്ടുന്നുണ്ട് എന്ന ഒരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങളുടെ സോളിനെ ഓർമ്മിപ്പിക്കാനും സാധിക്കും.
സത്യം പറഞ്ഞ ഈ ഒരു പേഴ്സന്റെ കാര്യം ഞാൻ വായിച്ചു, പക്ഷെ അതുപോലെ തന്നെയാണ് ഏകദേശം ഒരു ഇമോഷനിലൂടെ നിങ്ങളും രാത്രി കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. സോ ഈ ഒരു എനർജി നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ നിങ്ങളുമായിട്ട് കണക്ട് ആകുന്നുണ്ട് ഈ ഒരു എനർജി എങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും മിററിംഗ് ആയിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി ട്വിൻ ഫ്ലെയിം എനർജി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. ഹോപ്പ് ഇത് ഇഷ്ടമായി എന്ന്. ഇനി ഫർദർ മോർ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യുക, ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോ ആയിട്ടാണ് എന്തായിരിക്കും. ബൈ ബൈ.